സ്റ്റോറി കണ്ടിട്ട് പോവാം. അതെ, ജേഹൂബിയുടെ മാറിയായിരുന്നു എല്ലാവരും ഗെറ്റപ്പ്. ഇപ്പോൾ ജിമ്മിൻ വന്നു. ജിമ്മിൻ അങ്ങനെ ജിമ്മിൻ മാറാൻ തുടങ്ങി. ഹുഡ് മറിയാൻ പറ്റും ജിമ്മിനിക്ക് പവർ വന്നു. ജിമ്മിൻ്റെ ഗെറ്റപ്പ് മാറി. 2 ബാനവായിരുന്നു ജിമ്മിനും അടുത്ത രാജകുമാരൻ, 5ാമത്തെ രാജകുമാരൻ. 6ാമത്തെ രാജകുമാരനെ വിളിച്ചു വി വന്നു. വിക്ക് പവർ, തണ്ടർ പവർ. അങ്ങനെ വീണ്ടും കണ്ണ്, ഐസ്, എല്ലാവരും ഗെറ്റപ്പ് മാറി. അങ്ങനെ ലാസ്റ്റ് ജങ്കുക്കിനെ വിളിച്ചു. ജങ്കുക്ക് പവർ. ജങ്കുക്കിൻ്റെ പവർ ഓണായി. വീക്ക് ഇങ്ങനെ ടെലിപ്പോർട്ട് ആകാൻ പറ്റും. ജങ്കുക്ക് ഫയർ പവർ. ജങ്കുക്കിൻ്റെ പവർ വന്നു. ജങ്കുക്ക് ഷോക്കായി. എന്താ നടക്കുന്നത്? ജങ്കുക്ക് എല്ലാവരും ഷോക്കായി. ജിൻ, നിനക്ക് ഔട്ടർ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? എല്ലാവരുടെ പവർ വന്നു. ജിന്ന് പറഞ്ഞു, ഗുരുജി എനിക്ക് മെഡിസിൻ പവറുണ്ട്, പിന്നെ എനിക്ക് ഐസ് പവറുണ്ട്. ജിൻ ചോദിച്ചു. കോമഡി ആക്കി. ഉണ്ട് ജിൻ, ഉണ്ട് പവർ. ഇതാണ് നിങ്ങൾക്ക് വേണ്ടി കാത്ത് ഇവരെ ഫാമിലി വേണ്ടി വെയിറ്റ് ചെയ്തായിരുന്നു, കണ്ടുപിടിക്കാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ പറഞ്ഞു. ജിൻക്ക് ആറാമക്ക് ബുക്ക് കൊടുത്തു. ആറാമാണ് പുഞ്ചമത്തിലും പഠിപ്പ്. ആറാമക്ക് എല്ലാ കാര്യന്മാർ. ആറാമക്കും എല്ലാവരും വന്നിരുന്നു. ശരി, ഓക്കെ. അങ്ങനെ ആറാം ഒരു മാതിരിയായിരുന്നു. എന്ത് പറ്റി ആറാം? ഒന്നുമില്ലടാ, എനിക്ക് കുറച്ച് പ്ലേസിൽ പോകണ്ടു. അങ്ങനെയായിട്ട് ഒരു മാജിക് യൂസ് ചെയ്തു. അങ്ങനെ എല്ലാവരും ഫാമിലി, ഗുരുജീന് ഹീറോയിൻ മാരേജ് ആയിരുന്നു. അങ്ങനെ ആറാം മാജിക് യൂസ് ചെയ്തു. അവർ മുൻജന്മത്തിൽ എവിടെ താമസിച്ചു അവിടേക്ക് പ്ലേസ് മാറിപ്പോയി. അങ്ങനെ എല്ലാവരും ഷോക്കായി. എന്താണ് ആറാം ഇവിടെ? ആറാം നോക്കുമ്പോൾ അവിടെ എല്ലാം മാറിപ്പോയിരുന്നു. ആറാം ആ പ്ലേസ് പുതിയ മാറ്റി. എവിടെ കെട്ടിടം ഉണ്ടായിരുന്നു. അവർ സാധനങ്ങൾ എല്ലാം അവരെടുത്തുകൊണ്ട് വന്നു, പുതിയതായി ചെയ്തു. ആ പാലസ് ക്ലീൻ ചെയ്തു. പുതിയ പാലസ് അവർ കെട്ടിക്കഴിഞ്ഞു. ആറാം ഇരിക്കാം. അങ്ങനെ ആറാമിൻ്റെ ആറാമെല്ലാം ഇങ്ങനെ ആറാമക്ക് ഫ്യൂച്ചർ എന്താ നടക്കാൻ പോകുന്നത് അതെല്ലാം അറിയാൻ പറ്റും. അതൊരു പവർ ആറാം കുറേയുണ്ട്. ആറാം നോക്കുമ്പോൾ ശരി, ഓക്കെ, ഇതാണ് നമ്മളെ പ്ലേസ്. അങ്ങനെ എല്ലാ നാമകം വന്നു ആറാമക്ക്. ആറാമൊന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ശത്രു ഇപ്പോഴും ഉണ്ടോ? ആറാമക്ക് ടെൻഷനാവും. ഇപ്പോഴും ഉണ്ടോ? ഇതാണ് നമുക്ക് കുറച്ച് കടുപ്പായി. അവിടെ നിന്ന് പോകാൻ തുടങ്ങി. ട്രെയിനിങ് റൂമിൽ എല്ലാവരും വിളിച്ചു. അങ്ങനെ അവർ മാജിക് യൂസ് ചെയ്തു. ഇപ്പോൾ അവർക്ക് ആറാമിൻ്റെ എതിർത്ത ശത്രു, ഇനി ആപത്ത് വരുന്ന ശത്രുവിനെല്ലാം തീർക്കും. അങ്ങനെ ആറാം ജിന്നിനെ വിളിച്ചു. ആറാം ഈ പ്ലേസിലിരുന്നു. എല്ലാവരും ഇപ്പോൾ ആ വീട്ടിലാണ് ഉള്ളത്. എല്ലാവരും ഹീറോയിൻ ഡാഡ് മമ്മി വന്നിരുന്നു. ഇപ്പോൾ ജോലി ചെയ്ത് എടുക്ക് വന്നു. ഗുരുജി അങ്ങനെ ആറാം പറഞ്ഞു, ഇപ്പം നീ ഇതൊക്കെ കാട്ടാൻ ഒരു പ്ലേസ് ഒരു ബ്ലഡ് മുറിച്ചു. അങ്ങനെ ജിന്ന് അടിച്ച് നോക്കുമ്പോൾ ജിന്നിൻ്റെ പെട്ട് വന്നു. നല്ല പീസ്തായ പെട്ട്, ഹീലിംഗ് പെട്ട്. അതൊരു പെട്ടായിരുന്നു. അത് വന്നു ഹീലിംഗ് ചെയ്യാൻ. ഹീലിംഗ് പെട്ട് അങ്ങനെ വന്നു. മെഡിസിൻ പവർ ഹോട്ടർ പെട്ട്. ഒരു തത്ത കാണായിരുന്നു. അത് വന്നു നിൻ്റേത്. നെക്സ്റ്റ് ഷുഗറിൻ്റെ പെട്ട് വന്നു. ഷുഗറിൻ്റെത് ഒരു വൈറ്റായിട്ട് ക്യൂട്ടായൊരു ക്യാറ്റ്, അത് വന്നു. അങ്ങനെ ഏറ്റവും ജിന്നിൻ്റെതും വന്നിരുന്നു. ഒരണി. ഇപ്പം നെക്സ്റ്റ് ആറാം വന്നു. ആറാം ചെയ്യുമ്പോൾ ആറാമിൻ്റെ പെട്ട് വന്നു. ഒരു ലയൺ ആയിരുന്നു. അങ്ങനെ ലയൺ വന്നു. അതൊരു പവർ. എല്ലാവരും ഓരോന്നും പെട്ട് അവർ മുൻജന്മത്തെ പെട്ടെല്ലാം വന്നു. ഇപ്പോൾ അവർ പുതിയ പെട്ട്, അതേ പെട്ടാണ് ഇവർക്ക് തിരിച്ചു വന്നത്. പിന്നെ ജേഹൂപ്പിൻ്റെ പെട്ട് പിടിച്ചു. അതൊരു അണ്ണാൻ വന്നു. ജേഹൂപ്പിൻ്റെ പെട്ട്. അവർ മുൻപത്തെ പെട്ട്. ആ പെട്ട് വരെ കാണുമ്പോൾ കരഞ്ഞ് അവരെല്ലാവരും കെട്ടിപ്പിടിക്കണം. അതൊക്കെ ഓർമ്മ വന്നിരുന്നു. ജിമ്മിൻ്റെ പെട്ട് വന്നു. അതൊരു മയിലായിരുന്നു. മയിൽ വന്ന് മാസ്റ്റർ എന്ന് പോയി ജിമ്മിനെ കെട്ടിപ്പിട്ടി കരയാൻ തുടങ്ങി. വീൻ്റെ പെട്ട് ടൈഗർ. അത് കണ്ട് വൈറ്റ് ടൈഗർ. അത് വീനെ കണ്ട് കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. അങ്ങനെ വീൻ്റെ പെട്ട് വന്നു. ലാസ്റ്റ്
ജങ്കുക്കിൻ്റെ റാബിറ്റ് വന്നു. അത് ജങ്കുക്കിന് കണ്ട് കരയാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും പെട്ട് വന്നു കരഞ്ഞ് കെട്ടിപ്പിടിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും പെട്ട് വന്നു. അതൊക്കെ സംസാരിക്കാൻ പറ്റും. അത് എല്ലാവർക്കും കേൾക്കില്ല. അത് അവർക്ക് മാത്രമേ കേൾക്കാൻ പറ്റൂ. ഹീറോയ്ക്ക് കേൾക്കും, ഹീറോയ്ക്കും കേൾക്കും. പിന്നെ അവർ അത് സംബന്ധിച്ച് മാത്രം അവർ സംസാരിക്കുന്നത് എല്ലാവർക്കും സംസാരിക്കാൻ പറ്റും. അങ്ങനെ ആയിട്ട് ഹീറോയിനെ എല്ലാ ആക്ടേഴ്സ് മെമ്പർ തിരിഞ്ഞ് നോക്കി. ഞാൻ എന്ത് ചെയ്യാം, നിങ്ങളെന്താ എന്നെ നോക്കുക, നീ ഇത് കഴിച്ചത്. അങ്ങനെ ഹീറോ ചെയ്തു. അതെ, ടാറ്റോ, ആ ബട്ടർഫ്ലൈ, അതെ ബട്ടർഫ്ലൈ ടാറ്റോ, അത് ബട്ടർഫ്ലൈ ഒരു നല്ല ക്യൂട്ടായ ഒരു ബട്ടർഫ്ലൈ. മാസ്റ്റർ എന്ന് കെട്ടി ഇവിടെ കരയാൻ തുടങ്ങി ആ ബട്ടർഫ്ലൈ. അതെ, അത് ഒരു ബട്ടർഫ്ലൈക്ക് മാറാൻ പറ്റും. അതേന്ന് ബട്ടർഫ്ലൈ മാസ്റ്റർ ഇവിടെ അത് പോയിസൺ അല്ല, അത് ഹീലിംഗ് ബെഡായിരുന്നു, കളർ ആയിട്ടുള്ള. അങ്ങനെയായിട്ട് എല്ലാ പെട്ടി ഹാപ്പിയായി സംസാരിക്കാൻ തുടങ്ങി. ആ പെട്ടിക്ക് എന്നാവാൻ പറ്റും. അതെ, BTS മെമ്പർ കയ്യിലുള്ള പെട്ടുക്കും ആവാൻ പറ്റും, ഹ്യൂമനാൻ പറ്റും, അതുക്കും ഹ്യൂമനാൻ പറ്റും. അങ്ങനെ എല്ലാവരും സന്തോഷത്തിലിരിക്കാൻ തുടങ്ങി. പെട്ട് പറയാൻ തുടങ്ങി, മാസ്റ്റർ നിങ്ങൾ കാണാതെ എത്രയായി. അങ്ങനെ എല്ലാ ശത്രുവിനെ എല്ലാം പോയി അവിടുത്തെ മായം സാധനങ്ങൾ എല്ലാവർക്കും ജിൻ പറയാം, ഞാൻ പോയിട്ട് എൻ്റെ ശത്രുവിനെ തീർത്ത് വരാം. ജിന്ന് പോയിട്ട് എല്ലാവരും ഓരോന്ന് ശത്രുവിനെ അടിച്ചു കഴിഞ്ഞു. ഇപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്, സന്തോഷത്തിലിരിക്കാൻ തുടങ്ങി. ഇപ്പോൾ BTS മെമ്പർ 7 പേര് പറയാം, നമ്മൾ ജോലി കഴിഞ്ഞു, നമുക്ക് കൊറിയൊക്കെ പോവാം. അങ്ങനെ കൊറിയൊക്കെ പോയി എല്ലാവരും ആർമീസിനോട് പറയാൻ തുടങ്ങി. അങ്ങനെ ഇട്ട് കൊറിയയിലും മാരേജ് നടന്നു. കുറേ സീസ് മാരേജ്. BTS മോം ഡാഡിക്ക് ഹാപ്പി ആയിരുന്നു. BTS ഒരു ഉള്ളത്തറിഞ്ഞിച്ച് ആർക്കും അറിയില്ല. BTS മെമ്പർക്ക് അറിയുമായിരുന്നു. മുൻ ജന്മത്തിൽ അവർ ചേട്ടനും അനിയന്മാരായിരുന്നു. ഈ ജന്മത്തിൽ വേറെ വേറെ അച്ഛനമ്മയുമായിരുന്നു. അങ്ങനെ കൊണ്ട് അവർക്ക് ഒന്നും പറയാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ BTS മെമ്പർ 7 പേര് സ്മൈൽസ് തുടങ്ങി. അതെ, മാരേജ് നടന്നായിരുന്നു. അതിനെ കൊണ്ട് BTS മെമ്പർ പറഞ്ഞായിരുന്നു. അങ്ങനെ കൊണ്ട് എല്ലാവരും അച്ഛനമ്മയ്ക്ക് ഓക്കെ അല്ലായിരുന്നു. അതിൽ BTS മെമ്പർ അച്ഛനമ്മയ്ക്ക് ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ BTS മെമ്പർ പറഞ്ഞായിരുന്നു, ഹാപ്പി എൻഡിങ്.